ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാലുണ്ടല്ലോ, ഇന്ന് നമ്മളുടെ ഈ ജൂനിയർ നെപ്പോളിയൻ നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഫുൾ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വയ്ക്കാൻ പോവുക. കുറേ ആയി ഇവരെ വാഷ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മളിത് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഫുള്ളും ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ മൈക്കിൾ ബേബി വന്നിട്ട് പറയുന്നുണ്ട് മൈക്കിൾ ബേബിക്ക് വെള്ളം വേണമെന്ന്. ആക്ച്വലി മൈക്കിൾ ബേബി എൻ്റെ കൂടെ കൂടിക്കും തന്നെ വെള്ളം പിടിക്കാനാണ്. അത് ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 2 ദിവസം മുന്നേ നബി വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് നെപ്പോളിയൻ കുട്ടീനെ ഒന്ന് നല്ല ഭംഗിയിലാക്കി വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു. നമുക്കവിടെ കണ്ടന്റ് ക്ഷാമം നിറഞ്ഞ് നിൽക്കുകയാണല്ലോ. സോ നമുക്കപ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വെള്ളമൊക്കെ മൈക്കിൾ ബേബിയോട് പറഞ്ഞു ഞാൻ ബക്കറ്റും സോപ്പൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ വണ്ടിയുടെ അവിടെയൊക്കെ ഒന്ന് നനയ്ക്കാൻ പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ. ആളാണെങ്കിലോ എവിടേക്കോ നോക്കി നിന്നിട്ട് പുറത്തേക്ക് നനയ്ക്കുന്നത്. ഈ വെള്ളത്തിന് ഫോഴ്സ് കുറവാണല്ലോ, ഇതെങ്ങനെ കൂട്ടാന്നുള്ളതാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. ഞാൻ പോയ ഗ്യാപ്പിൽ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പിള്ളേർക്കും എനിക്ക് തോന്നുന്നു, ഒട്ടുമിക്ക പിള്ളേർക്കും വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കാര്യമാണ്. ആസ് യൂഷ്വൽ നമ്മൾക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ നമ്മുടെ ജൂനിയർ നെപ്പോളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരമാണല്ലോ. ഞാനൊക്കെ എൻ്റെ ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എബിഡക്കലി വീഡിയോ കാണാൻ തുടങ്ങിയത് തന്നെ ഈ ജൂനിയറുള്ള കാലത്താണ്. അതായത് നമ്മുടെ മണാലി യാത്രയ്ക്കില്ലേ, ആ ഒരു സമയത്താണ്. അത് കാരണം ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണ്. അന്ന് നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ നെപ്പോളിയൻ ഒന്ന് കാണണം, ഒന്ന് കയറണം, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ. ഇതും നമ്മുടെ ജൂനിയറും പിന്നെ നമ്മുടെ ടിയും, ഈ 2 വണ്ടികളും എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നൊക്കെ ടിയിൽ പ്രത്യേകിച്ച് സഞ്ചരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഫീലും. അതുപോലെ തന്നെ ടിയിൽ നമ്മുടെ ഈ ഇതിൽ കേരളത്തിൽ കൂടെ പോകുമ്പോഴുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹവും ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഓടി വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വണ്ടീനെ അത്രയധികം സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് കാട് കയറി എവിടേക്കെങ്കിലോ പോയി. അപ്പോൾ നമ്മുടെ വിഷയം ജൂനിയർ നെപ്പോളിയൻ. അപ്പോൾ ഇവനെ നമ്മൾ കുളിപ്പിച്ചിന്ന് കുട്ടപ്പനാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെ 2-3 ദിവസം മഴയും പിന്നെ കുറേ ദിവസമായി ഇവനെ ഒന്ന് കഴുകിയിട്ടോട്ടൊക്കെ. അപ്പോൾ ഒന്ന് കഴുകി കുട്ടപ്പനാക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മൈക്കിൾ ബേബി ഇറങ്ങിയത്. അതിൻ്റെ ഇടയിൽ മൈക്കിൾ ബേബിയുടെ അഭ്യാസം കണ്ടോ, അവൻ്റെ മേത്തിക്ക് അവൻ തന്നെ വെള്ളം ചുറ്റിക്കുകയാണ് മുഖത്തേക്കൊക്കെ. ഇതവൻ്റെ ബാത്ത് ടബാണ്, കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മളന്ന് ഇവൻ ജനിച്ച സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ അതിലേക്ക് നിറയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ചെയ്യാണ്ട് ആളുടെ മേത്തിക്കാനെ നനച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് കയറ്റിയിരുത്താമെന്ന് വിചാരിച്ചേ. കയറ്റിയിരുത്തി കഴിയുമ്പോൾ കുറച്ചെങ്കിലും അവിടെ ആരുടെയെങ്കിലും ഇരുന്നോളുമല്ലോ. നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇയാളിങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. പ്രത്യേകിച്ചും ചെരുപ്പിട്ട് കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഓടി നടക്കും. ചെരുപ്പിട്ടില്ലെങ്കിൽ കല്ലിങ്ങനെ കൊള്ളണം. കാരണം അങ്ങനെ വലിയ ഓട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വെള്ളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കഴുകൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നല്ല വെള്ളത്തിൽ കളി നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും വെള്ളമൊക്കെ കൊടുത്തിരിക്കുന്നത് കാരണം എങ്ങാണ്ട് അവിടെ നിന്ന് കളിക്കുക. ഇവിടെ കഴുകൽ നടക്കുന്നു, അവിടെ കളി നടക്കുന്നു, ഇവിടെ കഴുകൽ നടക്കുന്നു, അവിടെ കളി നടക്കുന്നു. എങ്ങനെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോണ്ടല്ലോ ഒന്നും നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കും. വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലോ ഫസ്റ്റത്തെ ആ ഒരു തുടക്കമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അപ്പോഴാണെങ്കിൽ ശബ്ദം പുറത്തേക്കിട്ട് വരില്ല. അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യാൻ നിൽക്കുന്നതും ഇത്ര ലാഗ് ആവുന്നതും പറയുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളുടെ കറക്റ്റ് 7 മണിക്ക് നമ്മൾ നമ്മുടെ വീഡിയോസ് ഇടും. ഡെയിലി ഇടുന്നതൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുമെങ്കിലും പക്ഷെ ഇത് നടക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എഡിറ്റൊക്കെ ചെയ്തു, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വോയിസ് ഓവറൊക്കെ ചെയ്ത് അങ്ങനെ പയ്യെയാണ് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ കുറേ അല്ലേ ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, അതിപ്പോൾ ഓരോരുത്തരുടെ ഇതുണ്ടാവുമല്ലോ. എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ, എനിക്കെന്നെ അറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെയാണ് പറയണേന്ന്. അങ്ങനെ നമ്മളത്തെ സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞു. വെള്ളം മേടിച്ചപ്പോൾ ആൾ കണ്ടോ വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങി. തന്നെ അത്രയും നേരം നമ്മളെ മൈൻഡേക്ക് കണ്ടിരുന്നതാണ്. ആ വെള്ളം കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം പിടിച്ചു വാങ്ങിയ വലിയ കഴുകൽക്കാരനാണ്.
കൊച്ചിനറിയില്ലല്ലോ നമ്മുടെ വണ്ടി കഴുകുകയാണെന്നൊന്നും. എന്നോട് പറയുന്നത് പൊക്കോ പൊക്കോ എന്നാണ് പറയുന്നത്. ഞാനെങ്ങാനും ആ വെള്ളം ഇങ്ങനെ എടുത്ത് കളഞ്ഞാലോ അല്ലെങ്കിൽ അവൻ്റെ നിന്ന് ആ പൈപ്പ് മേടിച്ചാലോ, അത് കാരണം എന്നോട് പൊക്കോ പൊക്കോ എന്നിട്ടാണ് പറയുന്നത്. ആളോട് ഇതിലേക്ക് നിറയ്ക്കാൻ പറഞ്ഞിട്ട് ആൾ അപ്പുറത്തേക്ക് എടുത്ത് കളയുന്നത്. ഇതെന്തേതാ പൈപ്പ് തരില്ല, പൈപ്പ് തരാണ്ട് നമ്മൾ എങ്ങനെ വണ്ടി കഴുകി തീർക്കും? പൈപ്പ് കിട്ടാനായിട്ട് ഒരു മാർഗ്ഗമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെന്തായാലും ഇവൻ്റെ ഈ പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് കോരി ഒഴിക്കാമെന്ന്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗ്ഗം കാണാനില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പാത്രം എടുത്തോണ്ടെന്ന് നമ്മൾ എന്നിട്ടാണ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. അന്ന് ഇതിലേക്ക് നിറയ്ക്കാൻ പറഞ്ഞ ആൾ ഇതിലേക്കും നിറയ്ക്കുന്നില്ല. മൊത്തത്തിൽ എന്തൊക്കെയോ മൈക്കിൾ ബേബി കാണിച്ചു കൂട്ടുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, റിവ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലായാലോ അയക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് അയച്ചിരുന്നു, എന്നും വീഡിയോ ഇടണം, മൈക്കിൾ ബേബിനെ ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു തൃശ്ശൂരുള്ളൊരു കപ്പിൾസ് ഞങ്ങൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ഇവർ യാത്ര പോയാലും വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് മൈക്കിൾ ബേബിയുടെ ഫോട്ടോസ് കാണിക്കണം, അവർക്ക് ഭയങ്കര മിസ്സിങ് ആണ് മൈക്കിൾ ബേബിനെ കാണാണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കുറേയൊക്കെ കണ്ടില്ലെങ്കിൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും മൈക്കിൾ ബേബി എന്തെടുക്കണു, എങ്ങനെയാണ് എന്നൊക്കെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് ഞാൻ ഇത്ര അധികം മൈക്കിൾ ബേബിനെ സ്നേഹിക്കുന്നതുകൊണ്ടും കാര്യങ്ങളുകൊണ്ടും. നമ്മുടെ ഈ ജൂനിയർ ടെപ്പിൾ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം വ്ളോഗിങ്ങിൽ ഓർമ്മ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മണാലിയിൽ ഇതിൻ്റെ വൈപ്പറൊക്കെ കേടായിട്ടൊരു ഇതൊക്കെ വെച്ച് കെട്ടിവെച്ച് വലിച്ച് ഇറക്കുന്നതും, പിന്നെന്താണ് ചെരുപ്പ് എന്തൊക്കെയോ അന്നേ ഞാനങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് ചെരുപ്പൊക്കെ കെട്ടിയിട്ട് അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഇതെന്തിനാണ് എങ്ങനെയാണോ എന്നുള്ളതൊക്കെ. അത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നതാന്നൊക്കെയാണ് പറഞ്ഞത്, വണ്ടിക്ക് കണ്ണൊന്നും പറ്റാണ്ടിരിക്കാമെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഈ ജൂനിയർ നെപ്പോളിയനൊക്കെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എപ്പോഴും ആ വൈപ്പർ കെട്ടിവെച്ച് അവർ ആ മണാലിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും. അത് ആ ഒരു ടൈം തൊട്ട് തന്നെയാണ് ഞാനിവർ വീഡിയോസ് കണ്ടു തുടങ്ങിയതൊക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എന്തിട്ടാണ് നമ്മുടെ ജൂനിയർ നെപ്പോളിയൻ്റെ ഏത് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്കറിയാമല്ലോ ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അപ്പുറത്തും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് സോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കഴുകിക്കളയാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ബേബിയുടെ നിന്ന് വെള്ളം പിടിച്ച് വാങ്ങാമെന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൾ എന്ത് ചെയ്താൽ തരില്ല, പിന്നെ കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ ആവും. അത് കാരണം നമ്മൾ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചു. എല്ലാം കൂടി ഒരുമിച്ച് സാധാരണ അങ്ങനെയാണ് ചെയ്യാറെന്നാണ് തോന്നുന്നത്. ഞാൻ എന്താണോ ഇങ്ങനെ ചെയ്യുന്നത്, പിന്നെ നമ്മളെന്തായാലും തരതിരുന്ന കാര്യങ്ങളാണല്ലോ ചെയ്യുള്ളൂ. പിന്നെ എല്ലാവരും ഞാൻ മറക്കാതെ ഓർമ്മിപ്പിക്കുന്നു, കറക്റ്റ് 7 മണിക്ക് നമ്മളുടെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരും കാണാൻ മറക്കരുത്. മാക്സിമം എല്ലാ ദിവസവും ഇടാൻ നോക്കാം. എന്നാലും പിന്നെ ഈ വോയിസ് ഓവർ ചെയ്യണ കാരണമാണ് പ്രശ്നം, നമുക്ക് പരിഹരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്ത് വന്നപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതൊട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വോയിസ് ഓവറിനെ കുറിച്ചും ഇതെങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ആരെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അവരെനിക്കൊന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ VN നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൽ തന്നെ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. പക്ഷേ വീഡിയോ ഇതിൽ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് പ്രശ്നം തോന്നുന്നില്ല, പക്ഷേ അപ്ലോഡിങ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ അപ്ലോഡിങ്ങിൽ എന്തോ പറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായാലും പറയണം, ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഇതിപ്പോൾ വോയിസ് ഓവറിനെ കുറിച്ച് എനിക്ക് ഈ അപ്ലോഡിങ്ങിന് എന്താണ് ഇങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ അതിൻ്റെ വോയിസിൻ്റെ ക്വാളിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. ഇപ്പോൾ കണ്ടോ മൈക്കിൾ ബേബിയുടെ ഞാൻ ആ പൈപ്പ് മേടിച്ച കാരണമാണ് ആളെൻ്റെ കൂടെ വന്ന് നിൽക്കാൻ കേട്ടോ. ആൾക്ക് പൈപ്പ് വേണം 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 എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുന്ന കേട്ടോ. എപ്പോഴും ആളെ നമ്മൾ പൈപ്പോ വെള്ളം ഇതൊന്നും മേടിക്കാൻ പാടില്ല, ആളുടെ മാത്രമാണ് ഇതൊക്കെ. എൻ്റെ നിന്ന് പൈപ്പ് മേടിച്ച് കൊണ്ടുവന്നത് കണ്ടോ. ലാസ്റ്റ് ഞാൻ ആലോചിച്ചപ്പോൾ ഉണ്ടല്ലോ അന്ന് ആളെയും കൂട്ടി ചെയ്യുക, അപ്പോൾ ആൾക്കും കുറച്ച് ഇതൊക്കെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആളെയും കൂട്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് ഇഷ്ടമല്ല, ആൾക്ക് ഈ ഇതിൽ തന്നെ എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിൽ ഓവർ നമ്മൾ വെള്ളമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ തുറന്ന് വിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കാരണം പിന്നെ പേടിക്കാനില്ല. അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണമെന്ന്
വെച്ചുകഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളായതുകൊണ്ട് വെള്ളത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആരെയും മേടിച്ചു കൊടുക്കണമെങ്കിലും ഇതിൽ വെള്ളം നിറയുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയത്തെ ഓപ്ഷൻ നമ്മളെപ്പോഴും ഇത് തുറന്നു കൊടുത്തിട്ട് വേണം ഇതാക്കാനായിട്ട്. അവർക്കറിയത്തില്ല മൂക്കിൽ കൂടെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പണിയായി പോകും. അപ്പോൾ എല്ലാവരും നമ്മളടുത്ത് എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കളിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഞാൻ സാധാരണ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇത് എബിയാണ് കൊടുത്ത് പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നെ ഇത് കാണുമ്പോൾ എപ്പോഴും ഇതിൽ കളിക്കാനായിട്ട് വേണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ സൈഡും ഇതൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് അതിൽ വെള്ളം ഉണ്ടായാലും ഇപ്പം അതിലത്തെ വെള്ളമൊക്കെ പോയ കാരണം വീണ്ടും വരണ്ടിട്ട് ആ സൈഡിൽ കൂടെ വരുന്ന വെള്ളം അടക്കം പിടിച്ച് വയ്ക്കാനാണ് നോക്കുന്നത്. എനിക്ക് കുഞ്ഞിലി ഭയങ്കര വെള്ളത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾക്ക് അതിരപ്പള്ളി ഇതൊക്കെ അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അവിടെ പോയി ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇതാക്കണതുകൊണ്ടും പിന്നെ നമുക്കവിടെ പാടം ഇതൊക്കെ കൂടുതലായതുകൊണ്ടും നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇതൊക്കെ സുഖമായിരുന്നു. അപ്പോൾ ഇനി ഇതറിയത്തൊന്നുമില്ല. ഇനി വലുതായി വന്നിട്ടൊക്കെ വേണമല്ലോ ഇതൊക്കെ പരിചയം വരാം. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ ഓൾറെഡി വെള്ളത്തോട് ഭയങ്കര ആസക്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മളിങ്ങനെ കുറ്റം പറയും. അപ്പോൾ ഇനിയിപ്പോൾ ആകെ നമ്മൾ ഈ ടയറും ഉള്ളുകൂടിയും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഈ ടയർ കൂടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത് കൂടി കഴിഞ്ഞ് അപ്പുറത്തെ ടയർ കൂടിയും ബാക്കിലത്തെ ടയറുമ്പോൾ കുറച്ച് കൂടിയും മണ്ണുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ സൈഡിലേക്ക് നീക്കിയിട്ട കാരണം അവിടെ മഴച്ചാറ്റിലൊക്കെ അടിച്ച് മണ്ണായി ഉണ്ടായിരുന്നു ആ സൈഡേ. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഇപ്പോൾ മൊത്തത്തിൽ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ അഴുക്കും നല്ലപോലെ പോകുള്ളൂ. എന്ന് വെച്ചാൽ കുറേ ആയല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മളിത് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയണേ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക്, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മൾ വോയിസ് ഓവർ ചെയ്യണതിൽ എന്തെങ്കിലും ഇനി തിരുത്താനുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാവരും എന്തായാലും പറയണം കേട്ടോ. മൈക്കിൾ ബേബി കൂടി നമ്മുടെ കൂടെ കൂടി വെള്ളം ആക്ച്വലി നമ്മുടെ ഇത് പൈപ്പ് പിടിച്ച് വാങ്ങാനാണ് കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യം 7 മണിയാകുമ്പോൾ നമ്മുടെ വീഡിയോസ് മാക്സിമം ഞാൻ എന്നും ഇടാൻ നോക്കാം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ടൈമാണ്. എത്ര മണിക്കാണ് നമ്മൾ വീഡിയോ വരുന്നതെന്നും ആർക്കൊന്നും വലിയ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. കറക്റ്റ് 7 മണിയാകുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ മൈക്കിൾ ബേബി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നനഞ്ഞു. ഞാനധികം നനയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും നമ്മളിപ്പോൾ മൊത്തത്തിൽ നനഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങനെ കളിക്കുന്നത് കൊണ്ടേ അവനും ഇത് മൊത്തം തലയും മേലൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല, പനിയൊന്നും വരാതെ അങ്ങനെ പൊക്കോളും. പെട്ടെന്ന് കുട്ടികൾ നമ്മളിങ്ങനെ അധികം വെള്ളമൊന്നും കൊടുക്കാണ്ടേ പെട്ടെന്ന് നനയുമ്പോഴാണ് ഈ പനി വരുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. കറക്റ്റ് നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ സാറിന് ഞാൻ മെത്തഡോളജി ഇതാക്കി കൊടുത്തു, എങ്ങനെ പൈപ്പ് പിടിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ സാർ അതുപോലെ തന്നെ ബാക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്ക് കൂടി നമ്മുടെ കഴുകി കഴിഞ്ഞ് പുറം കഴുകി. പിന്നെ അങ്ങനെ അധികം ക്ലീൻ ചെയ്യാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് എല്ലാം ഉള്ളൂ. പിന്നെ അധികം സാധനങ്ങളൊന്നും ഉള്ളിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ളിലൊന്നും അധികം കാര്യങ്ങൾ ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് കഴുകി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ. അപ്പോൾ ഞാനും മൈക്കിൾ ബേബിയും കൂടി ഒരുമിച്ച് നിന്ന് മൈക്കിൾ ബേബിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കുട്ടികൾ ഓരോരോ കാര്യങ്ങളൊക്കെ പഠിച്ചും ഇതാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതിൽ ഇവരെ ഇൻവോൾവ് ചെയ്ത് ഇതാക്കി കൊണ്ടുവരണം. എന്നാലാണ് ഇവർക്കും കൂടുതലും കാര്യങ്ങളൊക്കെ അറിയാനും ഇതിനൊക്കെ ഇതാക്കുള്ളൂ. ഞാൻ ചില പാരൻസിനെ കണ്ടിട്ടുണ്ട്, നീ അത് ചെയ്യരുത്, ചെയ്ത് ഇത് പറ്റും, അങ്ങനെ പറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഞാനങ്ങനെ യോജിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീഴുമ്പോൾ എന്ത് പറ്റും എന്നുള്ളത് മനസ്സിലാവുള്ളൂല്ലോ. അല്ലെങ്കിൽ അവർക്ക് ആ എക്സ്പീരിയൻസ് അറിയത്തില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെ നിറയെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് എടുക്കണം. കാറിൻ്റെ ലൈസൻസ് എടുത്തിട്ട് വേണം. എൻ്റെ ആശാനിപ്പോൾ നാട്ടിലില്ല. ആശാൻ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേണം എനിക്ക് ഇവൻ്റെ ഇതൊക്കെ ഓടിച്ചൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ലൈസൻസൊക്കെ എടുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. വണ്ടിയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഫുള്ള് നമ്മൾ അടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.